5 ദിവസത്തെ വിദേശ സന്ദർശനത്തിനിടെ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് 30-ലേറെ ചർച്ചകൾ. ഉഭയകക്ഷി യോഗങ്ങളും രാഷ്ട്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളും നിറഞ്ഞതായിരുന്നു പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം. സന്ദർശന വേളയിൽ വിവിധ രാഷ്ട്രങ്ങളുടെ ആദരവും പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. മൂന്ന് രാഷ്ട്രങ്ങൾ, നവംബർ 16 മുതൽ 21 വരെയുള്ള 5 ദിവസങ്ങൾ. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി വിവിധ ലോക നേതാക്കളുമായി നടത്തിയത് 30-ലേറെ ഉഭയകക്ഷി ചർച്ചകൾ. നൈജീരിയയിൽ പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ച, ബ്രസീലിൽ G20 ഉച്ചകോടിയുടെ ഭാഗമായി നടത്തിയ യോഗങ്ങൾ, ഗയാനയിലെ കരീബിയൻ ഉച്ചകോടിയുമടക്കം 9 യോഗങ്ങളുമായി 30-ലേറെ കൂടിക്കാഴ്ചകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. നൈജീരിയയിൽ 1, ഗയാനയിൽ 9, ശേഷിക്കുന്ന ചർച്ചകൾ ബ്രസീലിലുമാണ് നടത്തിയതെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആദ്യമെത്തിയത് നൈജീരിയയിലായിരുന്നു. നൈജീരിയയിൽ പ്രസിഡന്റ് ബോല അഹമ്മദ് തിൻബുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം റിയോ ഡി ജനീറോയിലെത്തിയപ്പോൾ ബ്രസീൽ, ഇന്തോനേഷ്യ, പോർച്ചുഗൽ, ഇറ്റലി, നോർവേ, ഫ്രാൻസ്, UK, ചിലി, അർജന്റീന, ഓസ്ട്രേലിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ബ്രസീലിൽ സംഘടിപ്പിച്ച G20 ഉച്ചകോടിക്കിടെയാണ് ഏറ്റവും കൂടുതൽ ലോക നേതാക്കളെയും അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവിമാരെയും പ്രധാനമന്ത്രിക്ക് കാണാൻ കഴിഞ്ഞത്. G20 ഉച്ചകോടിക്കിടെ വിവിധ മേഖലകളിലെ സഹകരണത്തിലുള്ള സാധ്യതകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ചർച്ച ചെയ്തു. G20 ഉച്ചകോടിയിലെ ഉഭയകക്ഷി ചർച്ചകൾക്കിടെയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തെയും ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും ജോർജിയ മെലോണി പ്രശംസിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് എപ്പോഴും വലിയ സന്തോഷമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മെലോണി എക്സിൽ കുറിച്ചു. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശ പര്യവേഷണം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിലുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 2025 മുതൽ 2029 വരെയുള്ള ഇന്ത്യ-ഇറ്റലി സംയുക്ത സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനിലെ പ്രഖ്യാപനമായിരുന്നു ചർച്ചയിലെ പ്രധാന തീരുമാനം. അവസാനമായി സന്ദർശനം നടത്തിയ ഗയാനയിൽ 9 രാജ്യത്തലവന്മാരുമായി ചർച്ചകൾ. ഗയാനയ്ക്ക് പുറമെ ഡൊമിനിക്ക, ബഹാമസ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, സുരിനാം, ബാർബഡോസ്, ആന്റിഗ്വ, ബാർബുഡ, ഗ്രനേഡ, സെയിന്റ് ലൂസിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭവ് സുബിയാന്തോ, പോർച്ചുഗൽ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനേഗ്രോ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്, അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലെ എന്നിവരുമായി നരേന്ദ്രമോദിയുടെ പ്രഥമ കൂടിക്കാഴ്ചകളായിരുന്നു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തെ പരമോന്നത ബഹുമതികൾ നൽകി ഗയാനയും ബാർബഡോസും ഡൊമിനിക്കയും ആദരിച്ചു. ഗയാനയുടെ ഓർഡർ ഓഫ് എക്സലൻസ്, ഡൊമിനിക്കയുടെ പരമോന്നത പുരസ്കാരം, നൈജീരിയയുടെ ദേശീയ പുരസ്കാരമായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ എന്നിവ പ്രധാനമന്ത്രി സ്വീകരിച്ചു. ഇതോടെ റഷ്യയുടെയും US-ന്റെയും ഉൾപ്പെടെ മോദിക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതികൾ 19ആയി.